ദേ വീണ്ടും സഞ്ജു ടെക്കി ഇന്നലെ രാത്രി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കാർ തൂക്കി വിൽക്കേണ്ട അവസ്ഥയായി, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളൊരു വ്ളോഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാർ ഓടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടവും വീട്ടുകാരെ ബാക്കി കമന്റ് ബോക്സിൽ വന്ന ആളുകൾ തെറി വിളിക്കുന്ന കാര്യവും ഒക്കെ സഞ്ജു ടെക്കി വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇതല്ലാതെ ഇന്ന് രാവിലെ ന്യൂസ് ചാനലുകൾ വീണ്ടും സഞ്ജു ടെക്കിനെ കിട്ടിയല്ലോ, ഇന്ന് ആർമാദിക്കാന്ന് പറഞ്ഞിട്ട് പ്രതിയാണ്, പ്രതിമാസമല്ല, സ്കൂളിൽ മുഖ്യ അതിഥിയായി സഞ്ജു ടെക്കി വിവാദം. എങ്ങനെയുണ്ട് തമ്മിലൊക്കെ പോണ പോക്ക് ആലോചിച്ച് നോക്കണേ. അപ്പോൾ വേറെ ഒന്നുമല്ല സംഗതി, ഒരു ഗവൺമെന്റ് സ്കൂളിലെ പ്രോഗ്രാമിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യനാട് ഡിവിഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് മഴവിൽ സെക്കൻഡ് എഡിഷൻ സ്റ്റുഡൻസ് മാഗസീൻ പ്രകാശനം. അതിൽ അതിഥിയായിട്ട് സഞ്ജു ടെക്കിനെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റർ ഈവൻ സഞ്ജു ടെക്കി ആണെന്നുണ്ടെങ്കിലും സ്റ്റോറിയിൽ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഗതി അങ്ങോട്ട് ഏറ്റ് പിടിച്ച് ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഒരു കള്ളനോ കൊലപാതകയോ ആണ്. ഇതിലും വലിയ ക്രൈം ചെയ്തവർ നമ്മളെ ഭരിക്കുന്നില്ലേ? ഇപ്പോഴും ഭരിക്കുന്ന പലർക്കും അവരുടെ പേരിൽ കേസുകളില്ലേ? ഇല്ലേ? എന്നിട്ട് ഈ പറയുന്ന ആളുകൾ എന്നെ രാഷ്ട്രീയം പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് സ്കൂളിലും കോളേജിലും പോവാറില്ലേ? അപ്പൊ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് കുട്ടികളുടെ മുന്നിൽ ഞങ്ങൾ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് നിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്കി കള്ളനോ കൊലപാതകയോ അല്ലല്ലോ. ഓക്കെ, അയാൾ ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള പണിഷ്മെന്റ് അയാൾക്ക് കിട്ടി. ആ തെറ്റ് ചെയ്തു, പണിഷ്മെന്റ് കിട്ടി, ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് അയാൾ പറയുന്നു. അയാളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നു. ഇനിയിപ്പോൾ അയാളെ ഒരു അതിഥിയായിട്ട് ഒരു സർക്കാർ സ്കൂളിലേക്ക് വിളിച്ചു. കുട്ടികളുടെ മുന്നിൽ പോകുമ്പോൾ എന്താ, കുട്ടികൾക്ക് ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും വരുമാനം ഉണ്ടാക്കി നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്ത് എടുത്ത് അത് മാക്സിമം യൂസ് ചെയ്ത് അതിലൂടെ ഒരു ഫെയിമിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ എന്താ സഞ്ജു ടെക്കിക്ക് പോയിക്കൂടെ? അത് മോശമായ കാര്യമാണോ? അതോ ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന കള്ളരും കൊലപാതകൾക്കും മാത്രമാണോ ഇവിടെ ഈ പറഞ്ഞ നന്മയുടെ മുഖംമൂടി ഉള്ളത്? മുഖംമൂടി എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് മുഖംമൂടിയാണുള്ളത്. സഞ്ജു ടെക്കി കുറച്ചും കൂടി റിയലാണ്, കുറച്ചും കൂടി നല്ല റിയലാണ്. ഇത് എന്തോന്നടി, ഒരാളെ വലിച്ചു കീറുന്നതിനൊരു തീരെ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിച്ചു കീറലാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജു ടെക്കിന്റെ കേസിൽ. പ്രത്യേകിച്ച് ഇവിടുത്തെ 24/7 ചാനലുകൾ അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തികട്ടി കുത്തുന്നുണ്ട്. സഞ്ജു ടെക്കിന് അങ്ങനെ പറയാൻ മാത്രം അയാൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, എന്നാലും ഞങ്ങൾ പറയുന്നുള്ള ലൈന്. ഞാൻ ഇന്ന് വന്ന കുറച്ച് ന്യൂസുകൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്തുതരാം. അവരെന്നെ പറയുന്നുണ്ട് പറയാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഞങ്ങൾ പറയും. ആലപ്പുഴയിൽ CPM ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി സഞ്ജു ടെക്കി. റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് സഞ്ജു ടെക്കി. സഞ്ജു ടെക്കിക്കെതിരെ കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. മണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികളുടെ മാഗസിൻ പ്രകാശനം. പാർട്ടി പരിപാടിയല്ല, ഔദ്യോഗിക പരിപാടിയാണ്. സർക്കാർ സ്കൂളാണ്. സർക്കാർ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്. അതിലേക്കാണ് സഞ്ജു ടെക്കിയെ ക്ഷണിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കിയെ ക്ഷണിക്കുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാളെ ആ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ എന്താണ് അയാളുടെ യോഗ്യതയെന്നും കുട്ടികളാണ്, കുഞ്ഞുങ്ങൾക്ക് അയാൾ എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സഞ്ജു ടെക്കി അത്ര വലിയ മറ്റേ കൊലപാതകയോ തീവ്രവാദിയോ ഒന്നും ആണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം നിലവിലുള്ളൊരു വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നിരവധി നിയമലംഘനങ്ങൾ നടത്തിയ ഒരാൾ എന്ത് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. അയാൾ ഒരു സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് അല്ലെങ്കിൽ അതിൽ വിജയിച്ച ഒരു യുവാവാണ് അയാൾ. അതിൽ നിന്ന് ധാരാളം പണം പക്ഷേ നിരവധി, അതായത് വളരെ അടുത്ത കാലത്ത് തന്നെ ഒട്ടേറെ നിയമവിരുദ്ധമായ നിലവിൽ രാജ്യത്തുള്ള മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ചൂടാറും ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സഞ്ജു ടെക്കിക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി പോലും, ഹൈക്കോടതി അടക്കം ഇത്തരത്തിൽ നല്ല സന്ദേശം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു അതിഥിയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കി ഒരു ക്രിമിനലാണ് എന്നൊരു അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷേ നിയമലംഘകനാണ്. തുടർച്ചയായി റോഡ് നിയമങ്ങൾ ലംഘിച്ചതിനെ പിടിക്കപ്പെടുകയും അത് ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കുട്ടികളുടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ അതിന് എന്ത് വിശദീകരണമാണ് ഇപ്പോൾ CPM അടക്കം നൽകുന്നത്? അനൂപ്, ഇത് ഏറ്റവും കൗതുകകരമായ കാര്യം, കുട്ടികളുടെ പരിപാടിയിലാണ് ഒരു നിയമലംഘകനായിട്ടുള്ള ഒരാളെ ഈ മുഖ്യ അതിഥിയായിട്ട് CPM ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ നേതൃത്വം നൽകുന്ന പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവരൊക്കെ ഇത്ര കൺസേൺ ആണല്ലോ കുട്ടികൾക്ക് സഞ്ജു ടെക്കി എന്ത് സന്ദേശം കൊടുക്കണം എന്നുള്ളത്. ഇവിടെ ഭരിക്കുന്നവർ അല്ലേ, മന്ത്രിയായിട്ടിരിക്കുന്ന എത്ര പേരുണ്ട് എന്നൊന്നും വേണ്ട. വിദ്യാഭ്യാസ മന്ത്രി കുറച്ചു കാലം മുമ്പ് കുട്ടികൾക്ക് കൊടുത്ത സന്ദേശം എന്താ? ബെഞ്ചിമ കയറി പാറുണ്ടോ ഷാജി പാപ്പ എന്ന് പറഞ്ഞിട്ട്? ഗതാഗത മന്ത്രി, അങ്ങേരെ പേരിൽ എന്തൊക്കെ കേസുണ്ട്?
മുഖ്യമന്ത്രി, എത്ര കേസുണ്ട്? ഇവിടെ ഭരിക്കുന്നവർ തന്നെ ക്ലീൻ അല്ല. ചോദ്യചിഹ്നമാണ് ഇപ്പോഴും അവർക്ക് നേരെയുള്ളത്. ഇനി പാർട്ടി പരിപാടികളിലും ബാക്കി പരിപാടികളിലും പങ്കെടുക്കുന്നതും ഇല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വമുള്ളവരുമായിട്ട് കാണിച്ചു കൂട്ടുന്ന പലതരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ, ഇതൊക്കെയാണ് കുട്ടികൾ മാതൃകയായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സഞ്ജു ടെക്കി ചെയ്തത് തെറ്റാണ്, അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടി. ഇനി അത് വിചാരിച്ചിട്ട് ഇനി അയാൾക്ക് ഈ നാട് വിട്ട് ഗേറ്റ് വിട്ടിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണോ? അങ്ങനെ ഉണ്ടോ? സഞ്ജു ടെക്കി വീട്ടിലിരിക്കണോ? നിങ്ങൾ തന്നെ നിങ്ങളെ നാവുകൊണ്ട് പറയുന്നു കള്ളനല്ല, കൊലപാതകയല്ല, തീവ്രവാദിയല്ല, പീഡിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല സഞ്ജു ടെക്കി. എന്നിട്ട് വീണ്ടും 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 സഞ്ജു ടെക്കി എന്ന് എന്താ യൂട്യൂബ് ചെയ്യുന്ന അത്ര മോശപ്പെട്ട പരിപാടിയാണോ? യൂട്യൂബിലൊരു ഫെയിം സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നത് അത്ര വൃത്തിയായിട്ടൊരു പണിയാണോ? ആണോ? അവന്റെ നയിപ്പാണത്. ഓക്കെ, തെറ്റ് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അവനും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാവരും ആ കാര്യത്തിൽ സഞ്ജു ടെക്കിനെ ഒന്നടങ്കം വിമർശിച്ചിട്ടുണ്ട്. സഞ്ജു ടെക്കി അത് ആക്സെപ്റ്റ് ചെയ്ത് മാറാൻ നോക്കുന്നുണ്ട്. ഇതൊരുമാതിരി പരിപാടി തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയാണല്ലോ ഇപ്പൊ സഞ്ജു ടെക്കിക്ക്. സഞ്ജു ടെക്കി ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു. ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമ്മുടെ കൈവിട്ടു പോയിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നുമില്ല ഗൈസ്. എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തോ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഗൈസ് ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് ലീഗലി നേരെ പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ അപ്പീലും കാര്യങ്ങളും കൊടുത്തത്. അപ്പീലിന്റെ കാര്യം പറയുന്നത് ലൈസൻസ് കട്ടായി കൈപ്പറ്റിയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണമെന്നായിരുന്നു. അപ്പൊ ഈ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ട അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വക്കീൽ എന്നോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അത് കിട്ടത്തില്ല, കിട്ടാനൊന്നും പോകണം, അത് നിന്റെ തള്ളും എന്നാണ് പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോടതി പോകണം. കോടതി പോയാലും സീൻ ഇതാണ്, എന്റെ ലൈസൻസ് കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാൻ. ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. സഞ്ജു ടെക്കി വളരെ കൃത്യമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയാണ്. വണ്ടി ഇരുന്നിട്ടും വണ്ടി കൺമുന്നിൽ കണ്ടിട്ട് ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നമുക്ക് ചിലപ്പോൾ ലൈസൻസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരാളെ ലൈസൻസ് ആണല്ലോ കട്ടാണ്, അത് നമുക്ക് വലിയ വിഷയമൊന്നുമില്ല, അതൊക്കെ എന്ത് സീനാണ്, അന്നൊരു സീനുമില്ല എന്ന് തോന്നാം. പക്ഷേ ലൈസൻസ് കട്ടായി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ വണ്ടി എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ഡ്രൈവിങ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു നമുക്ക് അപ്പോഴേ മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്ലേറ്റിൽ ബിരിയാണി വെച്ചിരിക്കുകയാണ്, വായിൽ എന്തെങ്കിലും ഒരു മുറി ഉണ്ടായി, ആ മുറി മാറില്ല, നമുക്ക് ഇനി കുറേ കാലത്തിന് കഴിക്കാൻ പറ്റുമോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ല. ആ അവസ്ഥയാണ് വണ്ടിയും വെച്ചിട്ടിരിക്കുന്നത്. ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഇയാൾ? ഓക്കെ, ഇതിന് മുമ്പ് വ്ളോഗ് ഇട്ടിട്ട് ഗേൾ ഫ്രണ്ടിനോട് വണ്ടി ഓടിക്കാനൊക്കെ പറഞ്ഞ്, എടാ ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യൻ ഓക്കെ ഇനി ഈ പരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാലൊക്കെ കണ്ടന്റ് വേണ്ടേ? കണ്ടന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ ഇപ്പം പറയുന്നത് റിയാലിറ്റിയാണ്, കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ സങ്കടവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ആൾക്കാരാണെങ്കിൽ എന്നോട് പറയുന്നത് ബ്രോ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ബ്രോ മാറ്, വേറെ വല്ല ദുബായിലാ വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നെന്നും പറഞ്ഞ് കുറേ പൈസയൊന്നും നമ്മുടെ കാണത്തൊന്നുമില്ല. അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ. കുറേ പൈസ ഉണ്ടാക്കും, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ. അതൊക്കെ ചുമ്മാണ്. ശരിക്കും വല്ലൊരു യൂട്യൂബറിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അങ്ങനെ നിറയെ പൈസയൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അതേപോലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇത് അങ്ങനെയൊന്നും അല്ല. അത് മാത്രമല്ല നിറയെ വ്യൂസ് ഒരു വീഡിയോ കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് കുറെ പൈസ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത്ര സിമ്പിളൊന്നും അല്ല. ഈ വേറെ രാജ്യത്ത് അവിടെ പോയി ജീവിക്കണമെങ്കിലും പൈസ വേണം. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തുള്ളൂ. പുറത്ത് നോക്കണ ഒരാൾക്ക് മനസ്സിലാകത്തില്ല. അവര് നോക്കുമ്പോ എന്തുവാ വണ്ടിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതൊക്കെ ഞാൻ EMI അടക്കണം. EMI അടക്കണം, എനിക്ക് വീഡിയോ ചെയ്യണം, അത് വർക്ക് കറക്റ്റായിട്ട് നടക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറകില്. അപ്പൊ നിങ്ങൾ വിചാരിക്കണമല്ലോ. പിന്നെ ഇപ്പൊ ഡ്രൈവറിനെ വെക്കാൻ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതും ഭയങ്കര ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല. സഞ്ജു പറഞ്ഞതാണ് അതിന്റെ റിയാലിറ്റി. അതായത് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പൈസ മൊത്തം വീണ്ടും വ്ളോഗിന്റെ കണ്ടന്റിലേക്ക് ഇടുന്ന ഒരു പരിപാടിയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അധികവും ചെയ്യുന്നത്. ഇപ്പൊ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും എല്ലാവരും അതായത് കിട്ടുന്ന പൈസ അതേ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അവരെ ജോബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കുറച്ച് തിളക്കി കാണിക്കും. റിയാലിറ്റി രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അതായത് ചാടിക്കളിക്കുന്നതും ബെൻസ് വാങ്ങുന്നതും വീട് വെക്കുന്നതും എല്ലാം ബാങ്ക് ലോണും EMIയും തന്നെ.
വീഡിയോ ഓടി കിട്ടുന്ന വ്യൂവിനകത്തുനിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് എല്ലാവരും മെയിനായിട്ട് കാണുന്നതും, ഇല്ലെങ്കിൽ പ്രമോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന പൈസയൊക്കെ തന്നെയാണ് എല്ലാവരും മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ആ ഇൻകം സോഴ്സിന് വരെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന് തന്നെ ബ്ലോക്ക് ആവും എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആരാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ റിയാലിറ്റി ഇതാണ്. ഇവർക്ക് ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയും പലരും ഇരുന്ന് ക്ലിയർ ആയിട്ട് ഇരുന്ന് കാണാൻ കാരണം എന്തായിരിക്കും, ആ ആളുകൾ വ്യൂവർഷിപ്പിലുള്ള ആളുകൾ ജീവിക്കുന്നതിനേക്കാൾ ഉയർന്ന ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് സന്തോഷവും അടിച്ചുപൊളിയും ഈ ഹൈ എൻഡ് ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോഴത്തേക്ക് വ്യൂവർഷിപ്പ് കൂടും. അതായത് നമ്മളകത്ത് നമുക്കുള്ള ആഗ്രഹം നമ്മൾ വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഹായ് നമ്മളിരുന്ന് കാണും. ആണോ, അത് ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് അവിടെ വർക്കൗട്ട് ആക്കുന്നത്. അത് വിചാരിച്ചിട്ട് അവരിൽ നല്ല വ്ളോഗൊക്കെ ചെയ്ത് കോടിക്കണക്കിന് പൈസ ഉണ്ട്, ആ പൈസേൻ്റെ കഴപ്പാന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴാണ് റിയാലിറ്റി സഞ്ജു ടെക്കി പറയുന്നത്. ആണെങ്കിൽ ശോക അവസ്ഥയാണ് സഞ്ജുവിൻ്റെ. സഞ്ജു ഈ വീട്ടുകാർക്ക് ചീത്ത കേൾക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു പോർഷൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് ഈ ഒരു അവസ്ഥ ഇരിക്കുമ്പോ കുറെ ആൾക്കാരാണെങ്കിൽ എന്റെ വീട്ടുകാര് അതുപോലെ തന്നെ എന്റെ ഗേൾഫ്രണ്ടിനെയൊക്കെ കുറെ ആൾക്കാർ തെറി വിളിക്കുന്നു, കുറ്റം പറയുന്നു, ചീത്ത വിളിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ അമ്മേനാണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോയുടെ താഴത്ത് വന്നിച്ചു അവര് കാരണമാണ് അങ്ങനെ ആയത്, ഇവരുടെ വളർത്തു ദോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നിനക്ക് അറിയാമേനായിട്ടാ എല്ലാ ദിവസം എന്നെ അതിന് പറയാത്തൊന്നുമില്ല. എല്ലാ ദിവസം എന്നെ അതിന് വേണ്ടിയിട്ട് ചീത്ത പറയാത്ത കാര്യങ്ങളൊന്നും എല്ലാ ദിവസം എന്നോട് പറയും. പക്ഷെ ആൾക്കാരെ എന്നെ വിമർശിക്കുമ്പോഴേ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുമ്പോഴേ എന്നെ ട്രോളുമ്പോഴേ എന്നെ കുറ്റം പറയുമ്പോഴൊക്കെ അവര് എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണോ അല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവര് എന്നെ നീ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല, ആ മൈൻഡിലൊന്നും അല്ല. എന്റെ വീട്ടുകാര് സത്യം പറഞ്ഞ ചീത്തയാണെങ്കിൽ ചീത്ത, തെറ്റാണ് ഇതെങ്കിൽ തെറ്റാണെന്ന് എന്നോട് പറയും, എന്നെ മാറ്റാൻ നോക്കും. ഇത് തന്നെ എന്റെ വീട്ടുകാരെ നോക്കണം. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ കമന്റിലൂടെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റും. ഞാൻ ആ ഒരു മൈൻഡിൽ എടുക്കത്തുള്ളൂ. പക്ഷെ എന്റെ അമ്മയ്ക്കാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും അവർക്കാണെങ്കിലും ആ ഒരു മൈൻഡ് എടുക്കണമെന്നില്ല. എല്ലാരും ഡിഫറെന്റാ. ഇപ്പൊ ഞാൻ ഇത്രയോട് സ്ട്രോങ് ആയിരിക്കും, അതേപോലെ ആയിരിക്കത്തില്ല എന്റെ അമ്മ എന്റെ അച്ഛനാണെങ്കിൽ. അവർക്ക് പുറത്തു പോകണം. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇപ്പൊ എന്നെ എന്ത് പ്രശ്നം, ഇപ്പൊ ഞാനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പ്രശ്നം കാണിച്ചത് വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ, അപ്പൊ നിങ്ങൾ ചീത്ത പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ പറയണം. അല്ലാണ്ട് ഈ ചീത്ത പറയുന്നവരോടായിട്ടാ ഞാൻ പറയണം, എല്ലാരും അല്ല. ഇങ്ങനെ തെറി വിളിക്കണവരും വീട്ടുകാരൊക്കെ പറയുന്നവരോട് പറയും. അപ്പൊ അവര് എന്നെ പറയണം. അപ്പൊ ഞാൻ ഉത്തരവാദിയാണ്. എന്റെ വീട്ടുകാരാണെങ്കിൽ എന്നെ പറയുന്നുണ്ട്, എടാ നീ ചെയ്തോണ്ടല്ല ഇങ്ങനെ. പക്ഷെ അതേ പറയാം, എന്നെ പറഞ്ഞു. പക്ഷെ അത് എന്റെ അച്ഛനെ അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ഹേർട്ടാവും. എനിക്ക് ഹേർട്ടാക്കണമെങ്കിൽ അവർക്ക് ഹേർട്ടാവും. അവർക്ക് ഭയങ്കരമായിട്ട് അത് സംഭവം ഹേർട്ടാവുന്നത്. ഇപ്പൊ എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചാലും ഓക്കെ, യൂട്യൂബിൽ എങ്ങനത്തെ ആൾക്കാരുണ്ട്, എങ്ങനെയൊക്കെ ആൾക്കാർ വിമർശിക്കണം എന്നൊക്കെ ആ മൈൻഡിൽ എടുക്കാൻ എനിക്കറിയാം. പക്ഷെ വീട്ടുകാർക്ക് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ലെന്ന്. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിലും ഇതിപ്പോ വന്ന് കയറിയ പെണ്ണിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും പറയല്ലൂന്ന്. അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോ അപ്പുറത്തേക്കുന്ന ആളുടെ. ലാസ്റ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് കൂടെ ഇല്ല, നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഗൈസ് എന്നെ പറയണം. എന്റെ വീട്ടുകാരെ വേറെ ആൾക്കാരൊന്നും പറയില്ല, എന്നെ മാത്രമേ പറയാനുള്ളൂ കേട്ടാ. അപ്പൊ ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ. ഇതാണ് ഇവിടുത്തെ കമന്റ് ബോക്സിലെ കമന്റ് തൊഴിലാളികളുടെ ഒരു മെയിൻ പണി. അതായത് നമ്മളെ പറയണമെങ്കിൽ നമ്മളെ പറയണം. ഓക്കെ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ളവരെയും വ്ളോഗിൽ കാണുന്നവരെ എല്ലാവരെയും എല്ലാം എടുത്തിട്ട് പറയണം. നമ്മളെ പറയണമെങ്കിൽ നമ്മളെ പറയണം. അല്ലാതെ അതിന് പകരം എന്താ പറയുക, ധൈര്യമാണ് കമൻറ്റ് ബോക്സിനകത്ത്. ഐഡൻറ്റിറ്റി ഇല്ല, മുഖമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ആരെ വീട്ടുകാരെ വേണമെങ്കിലും മോശം പറയാം, ആരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാം, ആരെ വേണമെങ്കിലും പഴി വർത്താനം പറയാം. ആ ധൈര്യം അത് ഇവിടുത്തെ സൈബർ നിയമങ്ങളുടെ പോരായ്മ എന്നും കൂടി പറയണം. കാരണം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആരുടെ ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും കയറി എന്തും പറയാമെന്നാവുമ്പോൾ ഇതൊക്കെ എന്തായാലും സീനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കരഞ്ഞ് തീർക്കുന്നവർ അവിടെ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിടണം ആ സംഗതി. നമ്മൾ വിടും, കാരണം നമ്മുടെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് വിടും. പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ ചെയ്യില്ല. ഇപ്പം അടുത്ത് ഞാനൊരു ട്രോളിന് പോയിട്ട് മെസ്സേജ് വെച്ചു, ട്രോൾ പേജിന് അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പ്രശ്നം നമ്മത് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് അവിടെ പോയി മെസ്സേജ് അയക്കുമ്പോൾ വീണ്ടും അവനാ വീഡിയോ ഇട്ടുള്ളൂ, വീണ്ടും അതിൻ്റെ തമ്മിൽ ഇട്ട് വെച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോനകത്ത് ഞാൻ സ്ട്രൈക്ക് കൊടുക്കില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുഖം എടുത്ത് വെച്ച് ഞാൻ കൊടുക്കും. അത് ഏതവനാണെങ്കിലും ഞാൻ കൊടുക്കും, ഉറപ്പാക്കാനും. കാരണം അവർക്ക് ഇഷ്ടമല്ലാന്ന് അവരെന്നോട് പറഞ്ഞിട്ട് ഞാനത് തുറന്ന് പറയുകയാണ്. അച്ഛനമ്മ വേണ്ട, അത് മാറ്റിക്കോ. അമ്മ പറഞ്ഞു അത് വേണ്ട, അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റാൻ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല. ഓക്കെ, ഞാൻ എൻ്റെതോ സ്നേഹേൻ്റെ കിത്തുവായ നമ്മൾ ആരോടൊന്നും പറയാറില്ല. പക്ഷെ പാരൻസിൻ്റെ മുകളിലേക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സംഗതി വരുന്ന സമയത്ത് അവർക്കത് ഓക്കെ അല്ല. അപ്പോൾ സഞ്ജുവിൻ്റെ പാരൻസിനൊക്കെ വളരെ എന്താ പറയുക, മോശമായ കമൻറ്റ്സ് വരുമ്പോൾ അവർക്ക് സങ്കടം വരും, ഓബ്വിയസ് ആണ്. പിന്നെ വീഡിയോയിൽ വരുന്നത് അവർ കണ്ടന്റിൻ്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ്. നിങ്ങളത് മനസ്സിലാക്കുക. അല്ലാതെ ഓടിക്കയറിയിട്ട് അച്ഛനും അമ്മയും നന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട മകനെ ഗേൾ ഫ്രണ്ട് കാലം കുത്തിയത് കൊണ്ടാണ്, അവളാണെല്ലാം എന്തോ നടയത്. ഇനി ഇങ്ങനെട്ട് വളഞ്ഞു കുത്താൻ ഞാൻ പറഞ്ഞല്ലോ, കള്ളനോ പിടിച്ചുപറിയോ കൊലപാതകമോ തീവ്രവാദിയോ പീഡകനോ ഒന്നും അല്ല സഞ്ജു ടെക്കി.
ഇവിടെ അതൊക്കെ ചെയ്തവന്മാർ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും കണ്ണിൻ്റെ മുന്നിൽ കൂടി കുട്ടികളെ അടുത്തും കോളേജിലുമായിട്ട് മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റ് വിട്ടിട്ട് പോയി നിൽക്കാറുണ്ട് അവർ മാന്യതയുടെ മുഖം മൂടിയും വെച്ചിട്ട്. അപ്പോഴും സഞ്ജു ടെക്കിൻ്റെ തല്ലിയത്.